കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ട്. ഇന്ന് അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബ കോടതിയിൽ നിന്ന്. ഇന്നാണ് അവർക്ക് ആ കേസ്. അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു. അവർ പിന്നെ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഹാജരാവണം, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും, നിങ്ങൾ ഹാജരാകും. അപ്പോൾ ആ രീതിയിലാണ് ഇയാളുടെ സമീപനം. മാത്രമല്ല പിന്നെ മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവരുന്നതിൻ്റെ മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ കുറച്ച് ആളുകൾ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട്. അത് നമ്മളെ പിന്നെ ചന്ദ്രിക രേഖയിലാണ് അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇവന് ചുട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. ആ പിന്നെ ആ ബിസിനസ് കൂടി ഇതിനുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ അതെൻ്റെ മകളെ പിന്നെ മോൻ കാണാൻ വേണ്ടി സാധിച്ചിരുന്നതാണ്. ഈ മകനും പിന്നെ അവിടെ കുറച്ച് നാൾ സ്കൂൾ ഡ്യൂട്ടിയിലായിട്ടാകുമ്പോൾ അവിടെ നിന്നിരുന്നു, ഈ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിൽ തർക്കമില്ല. ആ രീതിയിൽ തന്നെ എൻ്റെ പ്രവർത്തനത്തിൽ ഇന്ന് വരെ പിന്നെ കേരള കൗമുദി ആ രീതിയിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ അവർ 114 വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി തിരക്കിന്. പിന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയവും പിന്നെ അതുപോലെ തന്നെ വർഗീയോ അതുപോലെ തന്നെ മതമോ രാഷ്ട്രീയം ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടുമധ്യസ്ഥം 18 വയസ്സിൽ തുടങ്ങിയാണ്. കുടുംബ മധ്യസ്ഥം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി. ആ രീതിയിൽ ഇടപെടുന്ന വ്യക്തനാണ് ഞാൻ. അങ്ങനെയില്ല എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകളാ ഇതിനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഇത് സൈക്കിളിയായ രീതിയിലാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്. അങ്ങനെ സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റുള്ള ഒരു വൈദ്യൻ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നില്ല ആ വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല കഴിയായിട്ടുണ്ട്. ആ ഒരു വിഷമാണ് എല്ലാവർക്കും വാങ്ങുന്നത്. Even when